ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഞാൻ ഡിപ്രഷനെ കുറിച്ചാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആം, അതായത് ഞാൻ ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു. അതായത് ഞാൻ സ്വപ്നത്തിൽ ഒരു സിഗ്നേച്ചർ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. അതിനുശേഷം എനിക്കറിയത്തില്ല എന്തിനാണ് ആ സിഗ്നേച്ചർ ഞാൻ ചെയ്തതെന്ന് അറിയത്തില്ല. അതായത് നമ്മുടെ ഏത് കാര്യത്തിലും സ്പിരിച്വൽ വാർഫെയറിലേക്ക് വരുമ്പോൾ നമ്മൾ ലീഗൽ പെർമിഷൻ സാത്താന് കൊടുത്തിട്ടുണ്ടാവും. ഈ പെർമിഷൻ ഉള്ളത് കൊണ്ടാണ് അവർക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റും. കാരണം ലീഗലി നമ്മൾ അതിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ്. അപ്പം എപ്പോൾ നമ്മൾ അതിന് ലീഗലി പെർമിഷൻ കൊടുത്തു, നമ്മളെ അറിഞ്ഞുകൊണ്ട് ഉപദ്രവിക്കാനായിട്ട് ആർക്കും പെർമിഷൻ കൊടുത്തിട്ടില്ല. എസ്പെഷ്യലി നമ്മൾ ഡിമൺസിന് കൊടുത്തിട്ടില്ല. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉറക്കത്തിൽ വന്നിട്ട് ഇതുപോലെ ഞാൻ ഡീപ്പ് സ്ലീപ്പാണ്. അവിടെ ഞാനൊരു ആ കൂടെ എൻ്റെ മെമ്മറിയിൽ അതിന് മുമ്പത്തെ ഇൻസിഡൻസ് ഒന്നും തന്നെ ഇല്ല. ആ കൂടെ ഉള്ളത് ഒരു സിഗ്നേച്ചർ. ലാസ്റ്റ് ഞാൻ ഓർമ്മയിൽ എൻ്റെ സിഗ്നേച്ചർ കിടപ്പുണ്ട്. അപ്പം എനിക്ക് ഇങ്ങനെ സ്പിരിച്വൽ വാർഫെയർ അറിയുന്നുണ്ട്. ഓക്കെ, എൻ്റെ എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതെനിക്കറിയാം. അതിനുശേഷം അല്ലെങ്കിൽ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡുകളിലൂടെ, അതായത് സ്വപ്നത്തിൽ കഴിക്കുന്ന ഫുഡിലൂടെ, അതായത് ഇതൊരു ഫുഡ് ഡെപ്പോസിഷനാണ്, അതൊരു എഗെയിൻ ലീഗൽ പെർമിഷനാണ്. അങ്ങനെ പല രീതിയിൽ അപ്പം നമ്മൾ രാത്രി കാണുന്ന വാർണിംഗ് ഡ്രീംസിനെ നമ്മൾ ക്യാൻസൽ ചെയ്യാതെ കിടക്കുന്നിടത്തോളം കാലം, ഇപ്പം നിങ്ങൾ ഒരു പാമ്പ് വരുന്നു, ഒന്നും ചെയ്യുന്നില്ല, നോർമൽ ലൈഫ്. ഒരു കടുവ വരുന്നു, ഒന്നും ചെയ്യുന്നില്ല, നോർമൽ ലൈഫ്. അങ്ങനത്തെ ഒരു ഇൻസിഡൻ്റ് ആണെങ്കിൽ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ പെർമിഷൻ കൊടുക്കുന്നു. അതേസമയം നിങ്ങൾ അതിനെയൊക്കെ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അതിന് ലീഗൽ പെർമിഷൻ കൊടുക്കുന്നില്ല. ഇതിങ്ങനെയാണ് നമ്മുടെ ലൈഫിലേക്ക് സാത്താൻ നമ്മുടെ കയ്യിൽ നിന്ന് ലീഗൽ പെർമിഷൻ വാങ്ങിക്കുന്നത്. ഇങ്ങനെ ഒത്തിരി നമുക്കിപ്പം എപ്പോഴും നമ്മൾ ദൈവസന്നിധി എപ്പോഴും നമ്മൾ ദൈവമായിട്ട് അടുത്തിരിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിൽ അല്ലാത്ത എത്രയോ വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ സമയങ്ങളിലും ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് ലീഗൽ പെർമിഷൻസ് നമ്മൾ ഇതുപോലെ കൊടുത്തു. അല്ലെങ്കിൽ ഒരു ഡ്രീം എങ്ങനെയാണ്, ഒരു സ്പിരിച്വൽ വാർഫെയർ എന്താണെന്ന് മനസ്സിലാക്കാത്തോടത്തോളം ഒരു കാലത്ത് ഇങ്ങനെ കുറേ ലീഗൽ പെർമിഷൻസ് നമ്മുടെ ലൈഫിൽ ഓൾറെഡി കിടപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാരൻസിന്, ആൻസിസ്റ്റേഴ്സിന് പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിലും, ഇതുപോലെ അവർ സ്പിരിച്വൽ വാർഫെയറിൽ ലീഡ് ചെയ്തിട്ടില്ലെങ്കിലും, അവർക്കൊരു പ്രെയർ ലൈഫ് ഇല്ലെങ്കിലും, അഗെയിൻ അവിടെ ആൻസെസ്ട്രൽ അല്ലെങ്കിൽ ജനറേഷണൽ കേഴ്സ് എന്ന ലീഗൽ പെർമിഷൻ അവരുടെ ഇടയിൽ കിടപ്പുണ്ടാവും. സോ ബേസിക്കലി നമ്മുടെ ലൈഫിൽ ഇഷ്ടം പോലെ ലീഗൽ പെർമിഷൻ സാത്താനുമായിട്ട് ഉണ്ടാകും. അത് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നതിനാണ് സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം ഒരു മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് തന്നെ തിരിച്ചറിയുന്നത്. ഓക്കെ, എൻ്റെ ലൈഫിൽ ഇനിയൊരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയുന്നത് തന്നെ വലിയൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. കാരണം ഇതൊരു ഹിഡൻ ആയിരിക്കും, നമുക്കത് മനസ്സിലാവത്ത് പോലുമില്ല. ഓക്കെ, നമ്മുടെ ലൈഫിൽ ഡിപ്രഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പോലും നമുക്ക് പലപ്പോഴും ആവത്തില്ല. ഞാൻ അതിനുശേഷം ഞാനൊരു വീഡിയോ കണ്ടു. ഡോൺ ഡിക്കർമാൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ്റെയാണ് കണ്ടത്. ആ വ്യക്തിയുടെ വീഡിയോ, പിന്നെ ഫർദറായിട്ട് ഞാൻ കുറച്ച് ബുക്സിൻ്റെ ഭാഗങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, അതായത് ഒരു അതായത് മെയിനായിട്ട് ഒരു ഇപ്പോൾ സ്പിരിച്വൽ വാർഫെയറിൽ നടക്കുമ്പോൾ അതായത് ഇപ്പോൾ ഒരു ആർമിയിലാണെങ്കിൽ സാധാരണ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ലെവലിലൊക്കെ ഒരു വ്യക്തി ഉണ്ടാകും. അതിനെ സ്ട്രോങ് മാൻ എന്ന് വിളിക്കുന്നുണ്ട്, മെയിൻ ഹെഡ്. പക്ഷേ താഴത്തെ എന്ന് പറയുമ്പോൾ, നമ്മൾ സാധാരണഗതിയിൽ സ്പിരിച്വൽ വാർഫെയർ ചെയ്യുമ്പോൾ താഴത്തെ ലെവൽ അങ്ങനെ ആ ചെറിയ ആർമിയായിട്ട് ആദ്യം ഫൈറ്റ് ചെയ്ത് ശീലിപ്പിച്ചിട്ടാണ് നമ്മൾ ഈ സ്ട്രോങ് മാനിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോയി ചെന്നാക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ സ്ട്രോങ് മാനെ ഫസ്റ്റ്, അതായത് അങ്ങനെ നമ്മൾ ആ ഒരു യുദ്ധം ശീലിക്കണമല്ലോ, മനസ്സിലായോ? ആദ്യം തന്നെ നമുക്ക് സ്ട്രോങ് മാനെ പോയിട്ട് ഡിഫീറ്റ് ചെയ്യാനുള്ള സ്പിരിച്വൽ കപ്പാസിറ്റി നമുക്കില്ല, അത്രയും അഭിഷേകം നമ്മളിൽ ഉണ്ടാവത്തില്ല. വൺ സ്ട്രോങ് മാൻ റിജക്റ്റ് അല്ലെങ്കിൽ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ തീരും. പക്ഷേ ഇതിനൊക്കെ വർഷങ്ങൾ അല്ലെങ്കിൽ നാളുകളുടെ, മണിക്കൂറുകളുടെ പ്രാർത്ഥന അതിനെ ഫോക്കസ് ചെയ്തിട്ട് വേണം. അപ്പം അങ്ങനെ ഒരു സ്ട്രോങ് മാൻ അല്ലെങ്കിൽ റൂട്ട് കോസ് എന്ന് പറയും. അതായത് റൂട്ട് കോസിനെ കാണിക്കുന്നത് ഒത്തിരി വേരുകൾ പിടിച്ച, പടർന്ന് വേര് പിടിച്ച അനുഭവങ്ങൾ, അവസ്ഥകൾ. അപ്പം അതിൻ്റെ റൂട്ടിനെ വെട്ടിക്കഴിഞ്ഞാൽ, അതായത് ഒരു മരത്തെ വെട്ടുന്നതിലല്ല, അതിൻ്റെ റൂട്ടിനെ വെട്ടുന്നതിനാണ് കാരണം, അതിൻ്റെ കാര്യം. അപ്പം ആ റൂട്ട് കോസ് എന്ന് പറയുന്നത് റിജക്ഷനാണ്. എൻ്റെ ലൈഫിൽ ഞാൻ
ഫേസ് ചെയ്ത ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിജക്ഷനാണ്. ആ റിജക്ഷൻ പലതരത്തിലുണ്ട്. ഒരു റിജക്ഷൻ എന്ന് വെച്ചാൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ റിജക്റ്റ് ആവുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ തന്നെ സെൽഫായിട്ട് നമ്മൾ റിജക്റ്റ് ചെയ്യും. അതായത് എന്നെ കാണാൻ കൊള്ളില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, ഞാൻ എന്തിനാ ജനിച്ചത്, ഞാൻ ഒരു കഴിവില്ലാത്തവളാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ തന്നെ പറഞ്ഞ വാക്കുകൾ എഗെയിൻ ഒരു ലീഗൽ എഗ്രിമെന്റ് ആവും. അത് പിന്നെ ഫർദർ നമ്മൾക്ക് മറ്റു വ്യക്തികളിൽ നിന്ന് റിജക്ഷൻ ആവാനായിട്ട് കാരണം. ഈ റിജക്ഷനിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇപ്പൊ റിജക്ഷൻ ഒരു മെയിൻ സ്ട്രോങ് മാൻ ആണെങ്കിൽ അതിന്റെ താഴത്തേക്ക് വരുന്നതാണ് ഡിപ്രഷൻ, ലോൺലിനെസ്, അങ്ങനത്തെ നെഗറ്റീവ് ആയ ആറ്റിറ്റ്യൂഡ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെറിയ 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 വിഷയങ്ങളാണ്. അപ്പം മെയിൻ അതിന്റെ അടിത്തറ ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ റിജക്ഷൻ ആയിരിക്കും അതിന്റെ കാരണം. സോ അതിനുശേഷം ഞാൻ അതിനെ പൂർണ്ണമായിട്ട് എനിക്ക് ഇതുവരെ ക്യാൻസൽ ആക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും അതിനെ ഞാൻ ഈ റിജക്ഷനെതിരെ ഞാനതിൻ്റെ റിജക്ഷനെതിരെയുള്ള പ്രയർ ഞാൻ ചെയ്തപ്പോൾ അതൊത്തിരി ക്യാൻസൽ ആയിക്കഴിഞ്ഞു. അതിനുശേഷം ഇപ്പം ഞാനൊരു 30+ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് മസിൽ പെയിൻസോ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ കുറച്ചൊക്കെ നിന്നിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ലെഗ് ഒന്ന് സ്ട്രെച്ച് ചെയ്തപ്പോൾ തന്നെ എനിക്കറിയാം, അപ്പം ഞാനിങ്ങനെ ദൈവമേ, പണ്ടൊന്നും ഇവിടെയൊന്നും വേദനയില്ല, ഇപ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ആയപ്പോഴത്തേക്ക് വേദനയുണ്ട് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അതിനകത്ത് ഞാനൊരു പ്രാർത്ഥിച്ചുകൊണ്ട് ലെഗ് സ്ട്രെച്ച് ചെയ്യുന്നു എന്ന് മാത്രമേ അതിനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ പ്രത്യേകിച്ചൊന്നും ചിന്തിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഇല്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു ഓൾറെഡി ഇരിക്കുന്നത്. മസിൽ പെയിൻ അല്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഒരു സാത്താൻ എൻ്റെ മുൻപിൽ വന്നു. ആ സാത്താന് മസിൽ, അതായത് ഇപ്പൊ നമ്മുടെ തൊലി ഉരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു മസിലിന്റെ രൂപത്തിൽ വന്നു നിന്നാൽ എങ്ങനെയിരിക്കും, ആ ഒരു രൂപത്തിൽ കണ്ടു. അപ്പം അതായത് ഇങ്ങനെ ഒരു ദർശനത്തിൽ നമുക്ക് കണ്ട ഒരു ക്ലൂ ഇല്ല എന്താ സംഭവം എന്ന് പോലും. പിന്നെ അതിനെ പ്രാർത്ഥിച്ച കർത്താവ് ഇതെന്താന്ന് ചോദിച്ചപ്പം ഡിപ്രഷൻ എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഒരു മസിൽ കാണിച്ചു തന്നിട്ട് ഡിപ്രഷൻ, മസിൽ മനുഷ്യനെ കണ്ടിട്ട് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ കോറിലേഷൻഷിപ്പ് മനസ്സിലാവത്തില്ല. അതിനുശേഷം ഞാൻ കുറച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഡിപ്രഷനും മസിലും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഡിപ്രഷൻ വരുമ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മൂടി പുതച്ച് കിടന്ന് നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് അത് ഇതൊക്കെ ചിന്തിച്ച് നമ്മൾ ബോഡി മൂവ് ചെയ്യത്തില്ല. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മസിൽ യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ ആ മസിലിന്റെ വീക്ക്നെസ്സിന് അത് കാരണമാവും. അപ്പം ഓൾറെഡി എന്ത് ചെയ്തു, ഈ മസിൽ വീക്കൻ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിന്നെ മസിലിൽ നിന്ന് കുറേ ഞാൻ അതിൻ്റെ കുറേ എക്സ്പ്ലനേഷൻ ഉണ്ട്. എനിക്ക് അത്ര ഓർത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇപ്പോൾ മെഡിക്കൽ പ്രൊഫഷൻ ഉള്ളവർ അതിൻ്റെ ഫർദർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അതുപോലെ തന്നെ മസിലിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട പല ഹോർമോൺസോ അതുപോലെ തന്നെ പ്രോട്ടീൻസോ പോലെയുള്ളത് എന്ത് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഫർദർ ആയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡിപ്രഷന് ഈ മസിൽ പെയിന് ഉണ്ടാക്കാനായിട്ട് ഇടയാകുന്നു. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് ചെറിയ അതായത് ഈ മസിൽ മാനിനെതിരെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ എൻ്റെ ലൈഫിൽ, അതായത് ഈ പാസ്റ്ററാണ്, ഡോൺ ഡിക്കർമാൻ എന്ന് പറഞ്ഞ ഒരു പാസ്റ്ററാണ് ഇങ്ങനെ പറഞ്ഞത്, ഒരു ഭൂതത്തെ പുറത്താക്കി, അതായത് ലിറ്ററലി ഒരു വ്യക്തിയുടെ ഭൂതത്തെ പുറത്താക്കിയപ്പോൾ അയാൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ നഷ്ടത്തെ റിപ്പയർ ചെയ്തിട്ട് പോവാനായിട്ട് പറഞ്ഞു. അപ്പം ഓക്കെ, ആ ഭൂതം പറഞ്ഞു ഓക്കെ റിപ്പയർ ചെയ്തേക്കാം. അപ്പം അതിൻ്റെ യഥാർത്ഥ ബൈബിൾ വേർഷൻ എന്ന് പറയുന്നത്, അതായത് ഒരു സാത്താൻ നമ്മളിൽ നിന്ന് കവർന്നത് 7 ഇരട്ടിയായിട്ട് നമ്മളിലേക്ക് തിരിച്ചെത്തണം എന്നുണ്ട്. അപ്പം ഞാൻ കാണുന്ന ഒരു ദർശനം, അപ്പം ഞാൻ അങ്ങനെ ട്രൈ ചെയ്തു. മീൻസ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത്. അപ്പം ഞാൻ കണ്ട ദർശനം ഇങ്ങനെയാണ്, ഒരു സാത്താൻ ഇങ്ങനെ ഈ തോളത്തൊരു കമ്പി വെച്ചിട്ട് ഇങ്ങനെ തുണിസഞ്ചിയില്ലേ, നമ്മുടെ പഴയ തുണിസഞ്ചി അല്ലെങ്കിൽ ഇങ്ങനെ ബാണ്ടക്കെട്ട് എന്ന് പറയില്ലേ, സാരിയൊക്കെ കെട്ടുന്ന ആ രീതിയിൽ ഇങ്ങനെ കുറച്ച് കെട്ടുകളായിട്ട് ആ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സ്പിരിറ്റ് പോകുന്നു. അപ്പം നമുക്ക് എന്ത് തോന്നും, ഒരു ആശ്വാസം തോന്നും. ഓക്കെ, പണ്ടാരം പിടിച്ച് ഈ ഡിപ്രഷൻ ഇറങ്ങി പോകുന്നുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. അപ്പം ഞാനിങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, സാത്താൻ പോകുമ്പോൾ ആ 7 ഇരട്ടിയായിട്ട് ആ എടുത്ത നന്മയും കൂടെ തിരിച്ചു തന്നിട്ട് പോയാൽ മതി. ഓക്കെ, അപ്പോഴാണ് ആ സാത്താൻ എന്ത് ചെയ്തത്, തിരിച്ചു വന്നിട്ട് അതിൻ്റെ ബാണ്ടക്കെട്ട് അഴിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നെക്സ്റ്റ് സ്പിരിച്വൽ വാർഫെയർ ആണ്. അതായത് ഈ സാത്താൻ ഡിപ്രഷൻ മാത്രമായിട്ട് ഇറങ്ങി പോകുന്നതിന് മാത്രമല്ല, ആ ഒരു അവരെടുത്തുകൊണ്ട് പോകുന്ന നമ്മളുടെ സ്പിരിച്വൽ ബ്ലെസ്സിങ്സിനെയും കൂടെ നമ്മൾ തിരിച്ചു വാങ്ങിക്കണം.
ഓക്കെ. അപ്പോൾ ഏത് സ്പിരിറ്റിനെ ഇറക്കി വിട്ട് കഴിഞ്ഞാലും ഞാൻ ഈ പറയുന്ന ഒരു കാര്യവും ബേസ് ലെവൽ ക്രിസ്ത്യാനിക്ക് ഉള്ളതല്ല. അതായത് അറ്റ്ലീസ്റ്റ് ഒരു വിഷനോ ദർശനോ അല്ലെങ്കിൽ ഒരു ഡ്രീംസ് വിഷൻസ് എന്തെങ്കിലുമൊക്കെ ഉള്ള വ്യക്തിക്കോ അല്ലെങ്കിൽ സ്പിരിച്വലി സ്ട്രോങ് ഫൗണ്ടേഷൻ ഉള്ളവർക്കേ മനസ്സിലാവത്തുള്ളൂ. അല്ലാത്തവർക്ക് ഒരു ജസ്റ്റ് റെഗുലർ സൺഡേ ഗോവേഴ്സിന് ഒരു കുന്തവും മനസ്സിലാവില്ല. കാരണം ഞാൻ ബേസ് ലെവൽ അല്ല പഠിപ്പിക്കുന്നത്. ഓക്കെ. അത് നിങ്ങൾ തന്നെ പലതും മനസ്സിലാക്കണം. അത് കുറേ നിങ്ങൾ തന്നെ ദൈവസന്നിധിയിൽ ഇരുന്നാലേ മനസ്സിലാകത്തു. സോ ഈ സാത്താന് ഡിപ്രഷൻ എന്ന സാത്താൻ ഭാണ്ഡക്കെട്ട് അഴിച്ചു. അപ്പം ഞാൻ കാണുന്ന ദർശനത്തിൽ ഒരു സ്ത്രീ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഒരു ദർശനത്തിൽ ഒരു സ്ത്രീ ഇങ്ങനെ വന്ന് വേഗം ഭാണ്ഡക്കെട്ട് അഴിച്ച് സഹായിക്കുന്നു. അപ്പം ഞാനിങ്ങനെ കുറേ ദർശനം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ ആരാ എന്ന് ഞാൻ ചോദിച്ചു ആ ദൈവസന്നിധിയിൽ. അപ്പൊ ആ സ്ത്രീ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചറിലേക്ക് വേണ്ട, അതായത് ഈ പാമ്പിന്റെ തോലുരിച്ചിട്ട് എടുത്ത് മാറ്റുന്ന പോലെ തോലുരിച്ചു മാറ്റുകയാണ്. അതായത് ഭാവിയിലേക്ക് എനിക്ക് ഡിപ്രഷൻ ഇടാനുള്ള ഫ്യൂച്ചർ പ്ലാൻസ് ഓൾറെഡി റെഡിയാണ്. അത് ആ തോലുരിച്ച് മാക്സിമം അവരെന്ത് ചെയ്യും, സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതായത് ഒരു ദർശനത്തിലെ പല വ്യക്തികൾ അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിലെ പല വ്യക്തികൾ, ആ വ്യക്തികൾ പലപ്പോഴും നമ്മൾ എൻ്റെ പ്രതിരൂപമാണ്. അല്ല, നിങ്ങളുടെ പ്രതിരൂപം അല്ല. എസ്പെഷ്യലി അത് ബ്ലാക്ക് കളറിലോ ഒരു നിഴലോ കാര്യങ്ങളോ ആണെങ്കിൽ അത് നിങ്ങളുടെ പ്രതിരൂപം അല്ല. അപ്പം നമ്മൾ അത് ഒരു ദർശനത്തിൽ ഒരുവിധ ഹൈ ലെവലിലേക്ക് കയറി വന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് മനസ്സിലാവത്തില്ല. അപ്പം നമ്മൾ ആ ഓരോ സ്വപ്നത്തിലോ ദർശനങ്ങളിലോ കാണുന്ന ഓരോ വ്യക്തിക്കും ഓരോ മൂലയിലും അതായത് ഓരോ കോർണേഴ്സിലും ഇത് സ്പിരിച്വലി നമ്മളോട് ദൈവം ഇൻട്രാക്ട് ചെയ്യുന്ന അതായത് പല പല പോയിന്റ്സ് അതിനകത്ത് ഒരു പിക്ചറായിട്ട് കാണുവാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവും. ഓക്കെ. അതിന് ശേഷം ഒന്ന് ദൈവം എനിക്ക് കാണിച്ചെന്ന ഡിപ്രഷൻ അസോസിയേറ്റഡ് ആയിട്ട് തന്നെ ഒരു ഫുഡ് ഡിസോർഡർ ഉണ്ട്. ഓക്കെ. നമ്മൾ ഡിപ്രഷൻ വരുമ്പോൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. പിന്നെ ഒന്നാണ് ഇങ്ങനെ ഒരു കറുത്ത ഒരു ഐസും പാളിയ പോലെ, അതായത് മരവിച്ചിരിക്കുന്ന അനുഭവം. അപ്പം ഇനിയിപ്പോൾ എന്താണ് ഇതിനകത്ത് ഈ ഭാണ്ഡക്കെട്ടുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പലതരം സ്പിരിറ്റ് ഉണ്ട്. അപ്പം ഒന്ന് ഫുഡ് അഡിക്ഷൻ, ഒന്ന് ഇങ്ങനെ എന്താ ഈ മരവിച്ചിരിക്കുന്ന അനുഭവം. അല്ലെങ്കിൽ ഇപ്പം ഡിപ്രഷൻ വരുമ്പോൾ നമ്മൾ ഒട്ടനെ എന്ത് ചെയ്യും, ഇപ്പം നമ്മൾക്കറിയാം ഒരു പബ്ലിക് സ്ഥലത്ത് ഡിപ്രഷൻ വന്നാൽ നമ്മൾ പൊട്ടിക്കരയാൻ പറ്റുമോ? അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു സൊല്യൂഷനാണ് നമ്മൾ പെട്ടെന്ന് എടുത്ത് മൊബൈൽ എടുത്തിട്ട് നമ്മൾ അതിനെ നമ്പ് ചെയ്യും, അല്ലേ? ആ ഒരു വേദനയെ നമ്പ് ചെയ്യും. കാരണം ഒരു സൊല്യൂഷൻ വേണം. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷന് ദൈവം എനിക്ക് കാണിച്ചു തന്നെന്ന് വെച്ചാൽ ഒരു മുറിവ് വന്ന് പെട്ടെന്ന് ഒരു സ്റ്റിച്ച് ഇടുന്നു ആ മുറിവിലേക്ക്. പക്ഷെ ആ സ്റ്റിച്ചിന്റെ ഒരു ഡാർക്ക് കളർ സ്റ്റിച്ച്, അല്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത സ്റ്റിച്ച് ദർശനത്തിൽ കാണിച്ചെന്നതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് മുറിവ് പറ്റി ജീവിതത്തിൽ വേറൊരു ഇൻസിഡൻറ്റിൽ മുറിവ് പറ്റി. ഞാൻ വേഗം പോയിട്ട് എന്ത് ചെയ്ത് മൊബൈൽ എടുത്ത് വീഡിയോസ് പ്ലേ ചെയ്യാൻ തുടങ്ങി. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും പബ്ലിക്കിനെ ഫേസ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്നും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് റിക്കവർ ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ എനിക്ക് മനസ്സിലായി. അപ്പം എനിക്ക് ഈ ദർശനവുമായിട്ട് കണക്ട് ചെയ്തു. അതിന് മുമ്പ് കണ്ടതാണ്. ഓക്കെ, ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നു എനിക്ക് മനസ്സിലായ ഉടനെ തന്നെ ഞാൻ അത് ആ ഒരു മൊബൈൽ മാറ്റി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ആ മുറിവ് ഉണങ്ങിയെന്ന് കാണിച്ചില്ല, പക്ഷെ കർത്താവ് അതിനകത്തൊരു ബാൻഡേഡ് ഇട്ട് തന്നു. ഓക്കെ. അപ്പം വേദനയുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെ പബ്ലിക്കിനെ ഫേസ് ചെയ്തു. അങ്ങനെ പല കാര്യങ്ങളും അതിന് ചെയ്തു. ഇനി ഞാൻ വേറെ ഒരു ദിവസം കണ്ട ഒരു ദർശനം എങ്ങനെയാണ്, അതിനകത്ത് ഒരു മനുഷ്യൻ ഭാണ്ഡക്കെട്ടുമായിട്ട് പോകുന്നു. അങ്ങനെ ആ ഭാണ്ഡക്കെട്ടുമായിട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അപ്പം എനിക്ക് മനസ്സിലായി അത്രയും ഭാരം അയാൾ ചുമന്നു പോകുന്നു. ഒരു വലിയൊരു ചാക്കും കെട്ട് 10 കിലോയുടെ അല്ലെങ്കിൽ 20 കിലോയുടെ ചാക്കും കെട്ടുകൊണ്ട് ഒരു വ്യക്തി നടന്നു പോകുന്നു. അതാണ് ഒരു ദർശനം. അപ്പൊ ആ അതായത് അപ്പോൾ മനസ്സിലായത്, പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത് ക്രിസ്തുവിന്റെ മുഖം ലഘുവാണ്, അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ മുഖം ഭയങ്കര എൻ്റെ ബോഡി ലൈറ്റായത്, ഫിസിക്കൽ തലത്തിൽ എൻ്റെ ബോഡി ലൈറ്റായി ഒരു ഫെദർ വെയിറ്റിലേക്ക് വന്നു. അപ്പോൾ ഒരു 5 മിനിറ്റ്സോളം എനിക്കത് ശരിക്കും ആ ഒരു സ്പിരിച്വൽ ഫീലിംഗ് ചെയ്യാനായിട്ട് പറ്റി. എൻ്റെ ബോഡി വളരെ ലൈറ്റായി. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ പോയി.
അതിനുശേഷം അതായത് പിന്നീട് ഞാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അതേ രാവിലെ അതായത് ആ ഒരു രാവിലെ ഞാനത് ആ ഒരു സ്പിരിച്വലി എൻ്റെ ബോഡി ലൈറ്റായിട്ട് ഫീൽ ചെയ്തിട്ട് അപ്പോഴത്തേക്കും ഞാൻ പോകുമ്പോൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇതിനെ കുറച്ചൊക്കെ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്, ഈ ബാണ്ടൊക്കെ ഇട്ട് കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. എങ്കിൽ കൂടി ഉണ്ട്, രാത്രി ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, എനിക്ക് പ്രോബ്ലംസ് വന്നു. നമ്മൾ ആ ഡിപ്രഷനിലേക്ക് കയറി. പലപ്പോഴും ദർശനങ്ങളിലോ അല്ലെങ്കിൽ സ്വപ്നങ്ങളിലോ ഒരു വെള്ളക്കെട്ട് എന്ന് പറയുന്നത്, വെള്ള കളറിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളത് മുങ്ങിപ്പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നിരാശയെ റെപ്രസെന്റ് ചെയ്യുന്നു. ആ, ഒരു റെപ്രസെൻറ്റേഷനാണ് ഞാൻ പറയുന്നത്, നിരാശകളിൽ നമ്മൾ മുങ്ങിക്കിടക്കുക. അങ്ങനെ നമ്മൾ മുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഓൺലി ഒരു ഓപ്ഷനേ ഉള്ളൂ, നമ്മൾ അറിഞ്ഞുകൊണ്ട് പുറത്ത് ചാടണം. അതായത് ഡിപ്രഷൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യുകയല്ല, നമ്മൾ പ്രാർത്ഥിച്ച് ജയം എടുക്കുമ്പോൾ ആ ഒരു വെള്ളം ഇങ്ങനെ മീൻസ് ഒരു ഷവറിനകത്തൊക്കെ ബാത്തബിൽ വെള്ളം കെട്ടിക്കിടക്കുവാണെങ്കിൽ ആ ഷവറിനകത്ത് ഉണ്ടല്ലോ, അടിയിൽ ആ ഇതുണ്ടല്ലോ, വെള്ളം ഉണ്ടല്ലോ, മീൻസ് ആ ഡ്രെയിനേജ് ചാനലിലേക്ക് വലിച്ചെടുക്കുന്ന പോലെ ഈ വെള്ളം അങ്ങ് ഇറങ്ങിപ്പോവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, റിക്കവർ ആവും. അതായത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഡിപ്രഷൻ ആവുന്നുണ്ടെങ്കിൽ ഓ നിങ്ങൾ സ്വയം പുറത്തു വരണം. അതായത് പ്രശ്നം സോൾവ് ആയി എന്നില്ല, ആ ഒരു ഡിപ്രഷനകത്ത് വീണ് കിടക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ ആ വെള്ളം മൂടിക്കൊണ്ടേയിരിക്കുക. എന്നാൽ അതിൽ നിന്ന് പുറത്ത് ചാടാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ആ ഡിപ്രഷനിൽ നിന്ന് പുറത്ത് വരും. ആ അപ്പം ഈ ഡിപ്രഷനെതിരെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഒരു ദിവസമല്ല, വർഷങ്ങളായി. അതിനകത്ത് ഞാൻ കണ്ട ഒരു ദിവസത്തെ ഇൻസിഡൻ്റ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ ആം, പിന്നെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പഠിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ ഫുഡുമായിട്ടുള്ള അട്രാക്ഷൻ. അപ്പം ഞാൻ നല്ലൊരു ഫുഡിയാണ്, നല്ല ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഒരു തവണ എനിക്ക് എൻ്റെ വർക്ക് പ്ലേസിൽ എനിക്ക് ഫുഡ് കിട്ടും. പക്ഷെ അവിടുത്തെ കിച്ചൺ സ്റ്റാഫിന് ആക്ച്വലി എന്നോട് കയ്പ്പുണ്ടായിരുന്നു. അപ്പോൾ ദൈവം അത് കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടും ചില ഫുഡ് ഞാനൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തന്നെ അത് കാരണം എനിക്ക് ഈ സ്വപ്നത്തിലും ഫുഡ് വഴി നമ്മളെ ട്രിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ച് മീൻസ് അപ്പം എനിക്ക് കയ്പ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് ആ ഒരു വർക്ക് പ്ലേസിൽ നിന്ന് ഫുഡ് കഴിക്കാണ്ടായി. ഒരു പെർട്ടിക്കുലർ വർക്ക് പ്ലേസിൽ നിന്ന് ഞാൻ ഫുഡ് കഴിക്കാണ്ടായി. അപ്പം ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്. നമ്മളുടെ കയ്യിലൊരു ഭക്ഷണം വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പുറത്ത് നല്ല ഫുഡ്, ഇപ്പുറത്തെ ബിരിയാണി, അപ്പുറത്ത് കഞ്ഞി എന്നുള്ള ഒരു വേർഷനിലാണ് ഇരിക്കുന്നത്. എങ്കിൽ പോലും ഞാൻ പ്രാർത്ഥിച്ചു, രാജാവിൻ്റെ ഭക്ഷണം കൊണ്ട് ഞാൻ എന്നെ തന്നെ മലിനമാക്കുകയില്ല. ആം, അങ്ങനെ ഞാൻ ഇങ്ങനെയൊന്നും ഫുഡിനെതിരൊന്നും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. അങ്ങനെ അപ്പം ഞാനിങ്ങനെ അവർ, അതായത് ഒരു പെർട്ടിക്കുലർ മതവിഭാഗമുണ്ട്. അവരാണെങ്കിൽ നമ്മളെ ഭയങ്കര സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് അവർ നന്നായിട്ട് ഫുഡ് സെർവ് ചെയ്യാൻ അറിയുന്ന ഒരു മതവിഭാഗമുണ്ട്. അപ്പം ആ മതവിഭാഗക്കാരുടെ അവരായിരുന്നു കൂടുതലായിട്ട് അവിടുത്തെ സ്റ്റാഫ്. അപ്പം അവരെന്നെ ആ ഒരു കഴിച്ചു കഴിച്ചു, എന്താ കഴിക്കണ്ടേ, എന്താണ് ഫാസ്റ്റിംഗ് ആണോ, അങ്ങനെ അത്രയും കെയറിങ്ങിൽ ഞാൻ വേണ്ട വേണ്ട, അങ്ങനെ ഞാൻ അത്രയും ഫുഡിനോട് വേണ്ട വേണ്ട നമ്മൾ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ പറയുന്നത്. പക്ഷേ എന്നിട്ട് ഞാനിങ്ങനെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭക്ഷണത്തിനകത്ത് അതായത് ശരിക്കും മല ഞാൻ കണ്ടു. അതായത് ഒരു ഫുഡിൻ്റെ പാത്രത്തിനകത്ത് അതുപോലെ ഞാൻ കണ്ടു. അപ്പം അങ്ങനത്തെ ഇൻസിഡൻറ്റ്. പക്ഷെ ഞാൻ കുറച്ച് ദിവസം അത് ദൈവസന്നിധിയിൽ ഞാൻ അത് കഴിക്കാതിരുന്നു. അതിനെ ഞാൻ അങ്ങ് വിൻ ചെയ്തു. അപ്പം അപ്പം എന്തുകൊണ്ടുപോയി, എനിക്ക് വേറൊരു സ്ഥലത്ത് അതിനേക്കാളും വേറൊരു രീതിയിൽ, അതിനേക്കാളും എൻ്റെ ലൈഫിൽ കിട്ടാത്ത രീതിയിലൊരു പ്രത്യേക തരം ഒരു നന്മ എനിക്ക് ഫുഡുമായിട്ട് തന്നെ റിലേറ്റഡ് ആയിട്ട് എനിക്ക് കിട്ടാനായിട്ട് ഇടയായി. അതായത് എന്നെ പഠിപ്പിച്ചൊരു പാഠമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സകല ഭക്ഷണവും പ്രാർത്ഥിച്ച് കഴിക്കണം. പക്ഷെ എൻ്റെ ലൈഫിൽ ഈ ഒരു പരിപാടി ഞാൻ പൊതുവെ ചെയ്യാറില്ല. അതായത് ഏത് വ്യക്തിയാണ് നമ്മൾ ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോൾ അടുക്കളയിൽ ഒരു സ്റ്റാഫ് ആണെങ്കിൽ എന്തോരം പണി, എങ്ങനെ കണ്ടിന്യൂസ് ഒരു അടുക്കള കിച്ചൺ സ്റ്റാഫ്, റിയൽ റെസ്റ്റോറൻറ്റിലെ കിച്ചൺ സ്റ്റാഫ് ആണെങ്കിൽ അവർ മടുത്തിട്ടും പ്രാഗിയിട്ടും ലോ വേജിലും ആയിരിക്കും ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പം അവരുടെ ആ ഡിപ്രഷൻ, നെഗറ്റിവിറ്റി ഒക്കെ ഈ ഫുഡിൽ ഓൾറെഡി കിടപ്പുണ്ടാവും. പക്ഷെ നമ്മളൊരു പ്രാർത്ഥനാലയത്തിൽ പോലും ആ ഫുഡ് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാതെയാണ് കഴിക്കുന്നത്. അപ്പം അതൊക്കെ തന്നെ ഒരു പാപമായിട്ട്, അതായത് നമ്മൾ എവിടെ കഴിക്കുവാണെങ്കിലും, കാരണം
പല പല സ്റ്റേജസിൽ പല പലത് ക്രോസ് ചെയ്തിട്ടാണ് വരുന്നത്. ഒരു കർഷകന്റെ വേദന, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്നവന്റെ വേദന, അല്ലെങ്കിൽ അത് മാർക്കറ്റിൽ എത്തുമ്പോൾ അവിടുത്തെ ബിസിനസ് മെന്റാലിറ്റികൾ, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനെയൊക്കെ പ്രാർത്ഥിച്ച് ജയിക്കണം. ഈ നോളജ് ആയിട്ട് എൻ്റെ ലൈഫിലുണ്ടെങ്കിൽ അതിനെ ഫുൾ ലെവൽ എനിക്കിതിന് ഇതുവരെ ഞാൻ വിൻ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഇങ്ങനത്തെ കുറച്ച് ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. താങ്ക് യു.